ബംഗ്ലാദേശിനെ ചതിച്ച് പാകിസ്ഥാൻ രംഗത്തെത്തുകയാണ്. ബംഗ്ലാദേശും പാകിസ്ഥാനും ഇതുവരെ ഭായി ഭായി ആയിരുന്നു. പെട്ടെന്ന് എന്ത് പറ്റി? ഭായി ഭായി എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം ബംഗ്ലാദേശിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് തന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരും. കാരണം ഇന്ത്യ വിഭജന സമയത്ത് ഈ മുസ്ലിം മതവിശ്വാസ പ്രകാരമുള്ളവർ അധിവസിക്കുന്ന മേഖലകളെ അവർക്ക് പ്രത്യേക രാജ്യം വേണമെന്നായിരുന്നല്ലോ വാദം. അതെ. അങ്ങനെ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം രൂപീകൃതമായി. അപ്പൊ നമ്മൾ ആദ്യം കരുതുക പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം മാത്രമായിരിക്കും. പക്ഷെ ഇന്ത്യയുടെ രണ്ട് ഭാഗങ്ങളായി മുറിഞ്ഞു കിടന്നിരുന്ന രണ്ട് കഷ്ണങ്ങളായിരുന്നു പാകിസ്ഥാൻ. ഒന്ന് കിഴക്കൻ പാകിസ്ഥാനും ഒന്ന് പടിഞ്ഞാറൻ പാകിസ്ഥാനും. ഈ പടിഞ്ഞാറൻ പാകിസ്ഥാനാണ് ഇപ്പോഴത്തെ പാകിസ്ഥാനായിട്ട് ഇസ്ലാമാബാദ് തലസ്ഥാനമായിട്ടുള്ള പാകിസ്ഥാൻ. ഈ കിഴക്കൻ പാകിസ്ഥാൻ ഇപ്പോൾ ബംഗ്ലാദേശായിട്ട് മാറി. അപ്പോൾ ഈ രണ്ട് പാകിസ്ഥാനും ഉണ്ടെങ്കിൽ തന്നെയും അത് ഒറ്റ രാജ്യത്തിന്റെ സ്വഭാവം ആയിരുന്നില്ല. രണ്ടും രണ്ട് സ്ഥലമായിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ രണ്ട് രീതികളും രണ്ട് സംസ്കാരവുമായിരുന്നു രണ്ട് ഭാഗത്തും ഉണ്ടായിരുന്നു. രണ്ടും തമ്മിലുള്ള സാദൃശ്യം രണ്ടും മുസ്ലിം ഭൂരിപക്ഷ മേഖലയായിരുന്നു എന്ന് മാത്രമാണ് സാദൃശ്യം ഉണ്ടായിരുന്നത്. അപ്പൊ അവിടെ ഈ പൊതു തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഈ കിഴക്കൻ പാകിസ്ഥാൻ, അതായത് ഇന്നത്തെ ബംഗ്ലാദേശിൽ നിന്നുള്ള തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് കൃത്യമായ പരിഗണന കിട്ടാത്തതിന്റെ പേരിലുണ്ടായ അസ്വസ്ഥതകളാണ് വാസ്തവത്തിൽ ബംഗ്ലാദേശ് രൂപീകരണം ആ ഒരു അവസ്ഥയിലേക്ക് വരെ എത്തിച്ച കാര്യങ്ങൾ. അതിനുശേഷം അവിടെ വലിയ രീതിയിലുള്ള കലാപം പൊട്ടിപ്പുറപ്പെട്ടു ഇന്നത്തെ ബംഗ്ലാദേശിൽ. അവിടെ ഈ നമ്മുടെ ഇന്ത്യയുടെ ഭാഗമായ ബംഗാളും ഈ ബംഗ്ലാദേശും തമ്മിൽ അടുത്തടുത്ത സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ ഈ ബംഗാളി സംസാരിക്കുന്ന ആൾക്കാരെ വംശീയമായി തന്നെ അവിടെ വേട്ടയാടുന്ന ഒരു അവസ്ഥ വന്നു. പ്രത്യേകിച്ച് പാകിസ്ഥാൻ പട്ടാളം അവിടെ ഇറങ്ങി അവരെ വല്ലാണ്ട് ദ്രോഹിക്കുകയും സ്ത്രീകളെ ഓടിച്ചിട്ട് ബലാത്സംഗം ചെയ്യുകയും അടക്കമുള്ള പരിപാടികളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് വലിയ രീതിയിലുള്ള പലായനം ഉണ്ടായി ഇന്ത്യയിലേക്ക്. അപ്പോൾ ഇത് ഇന്ത്യക്ക് സംബന്ധിച്ച് ഇന്ത്യയുടെ സുരക്ഷയെ ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ടും പിന്നെ പാകിസ്ഥാൻ എന്ന് പറയുന്ന നമ്മുടെ ശത്രു രാജ്യത്തെ ദുർബലപ്പെടുത്താൻ കിട്ടുന്ന ഒരു അവസരം എന്ന രീതിയിലുമാണ് ഇന്ത്യ ബംഗ്ലാദേശ് വിഷയത്തിൽ ഇടപെട്ടത്. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് നമ്മൾ ബംഗ്ലാദേശ് വിമോചന അതിലേക്ക് വരെ നയിച്ച യുദ്ധത്തിലേക്ക് നയിച്ചത് കാര്യങ്ങൾ. അപ്പോൾ അവിടെ ചില ഇടപെടലുകളൊക്കെ ഉണ്ടായി. അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള രാജ്യങ്ങളൊക്കെ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വന്നു. അവരുടെ കപ്പൽ വ്യൂഹമൊക്കെ ഇന്ത്യൻ മുന്നേറ്റത്തെ തടയുന്നതിനടക്കം അമേരിക്കയുടെ കപ്പൽ പടയടക്കം വന്നു. പക്ഷെ നമ്മൾ അതിനെ കൃത്യമായി പ്രതിരോധിച്ച് തോൽപ്പിച്ചു. നമുക്ക് സോവിയറ്റ് യൂണിയന്റെ പിന്തുണ ആ സമയത്തുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പിന്തുണയൊക്കെ ഉപയോഗിച്ചാണ് ഇന്ത്യ ആ യുദ്ധം ജയിക്കുകയും അതിന് തൽഫലമായി ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാഷ്ട്രം രൂപീകൃതമാവുകയും ചെയ്തത്. പക്ഷെ അന്നു മുതൽ ഇന്ന് വരെ യഥാർത്ഥത്തിൽ ഇവർ വംശീയമായിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സാദൃശ്യമുള്ളവരാണെങ്കിലും ബംഗ്ലാദേശും പാകിസ്ഥാനും ശത്രു രാജ്യങ്ങളായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇന്ത്യക്ക് അനുകൂലമായ നിലപാടെടുത്ത് പാകിസ്ഥാനിൽ നിന്ന് വിട്ടുപോയ ആൾക്കാരാണ് ഇന്നത്തെ ബംഗ്ലാദേശികൾ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അവരോടുള്ള വിദ്വേഷമുണ്ട്. പക്ഷേ മുഹമ്മദ് യൂനിസ് അവിടെ താൽക്കാലിക മന്ത്രിസഭയിൽ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റപ്പോൾ മുതൽ പാകിസ്ഥാനും അതേപോലെ തന്നെ ചൈനയുമായിട്ടുള്ള ബന്ധം വളരെ ഊഷ്മളമാക്കാൻ വേണ്ടി അദ്ദേഹം കിണഞ്ഞു ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഫലമായിട്ട് മുഹമ്മദ് യൂനിസ് 2 തവണയാണ് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയത്. അത് ഒന്ന് ഐക്യരാഷ്ട്രസഭയുടെ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടിക്കാഴ്ചയായിരുന്നു. മറ്റതും ഇതേപോലെ ഒരു വേദിയിൽ പരസ്പരം കണ്ടതാണ്. അല്ലാണ്ട് മുഹമ്മദ് യൂനിസ് നേരെ പാകിസ്ഥാനിലേക്ക് പോയതൊന്നുമില്ല. പക്ഷേ പാകിസ്ഥാന്റെ പ്രിൻസിപ്പൽ സ്റ്റാഫ് ഓഫീസർ, അതായത് സൈനിക മേധാവി എന്ന് പറയാം, സൈന്യത്തിന്റെ മുഴുവൻ ചുമതലയുള്ള കമറുൽ ഹസൻ, അദ്ദേഹം പാകിസ്ഥാനിലേക്ക് പോയി. അവിടെ പോയി അവിടുത്തെ ഡിഫൻസ് സെക്രട്ടറി മുഹമ്മദ് അലിയുമായിട്ടും അവിടുത്തെ ഇപ്പോഴത്തെ സൈനിക മേധാവി അസീം മുനീറുമായിട്ടൊക്കെ കൂടിക്കാഴ്ച നടത്തി. ഏതാണ്ട് അപൂർവങ്ങളായിട്ടാണ് ഒരു ബംഗ്ലാദേശ് പ്രിൻസിപ്പൽ സ്റ്റാഫ് ഓഫീസർ പാകിസ്ഥാനിലേക്ക് പോവുക. അപ്പം അത്തരത്തിൽ പാകിസ്ഥാനെ ഏതെങ്കിലും തരത്തിൽ തങ്ങളുമായിട്ട് ഇഷ്ടത്തിലാക്കുക എന്നുള്ള ഒരു നിലപാടായിരുന്നു മുഹമ്മദ് യൂനിസ് ഭരണകൂടം എടുത്തത്. ചില രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് അവാമി ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ബംഗ്ലാദേശിന്റെ ഈ സ്ഥാപക സമയത്ത് അവരാണ് കൃത്യമായ പങ്കുവഹിച്ചത്. ഈ അവാമി ലീഗിൽപ്പെട്ട ആൾക്കാർക്ക് കൃത്യമായ പരിഗണന കിട്ടാത്തതിന്റെ പേരിലാണ് ഈ കലാപമൊക്കെ അവിടെ തുടങ്ങിയത്. അപ്പൊ ഈ അവാമി ലീഗ് 2009 അവിടുന്ന് മുതൽ ഇങ്ങോട്ട് തുടർച്ചയായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഷെയ്ഖ് ഹസീന. ഇപ്പൊ ഷെയ്ഖ് ഹസീനയെ 2020 കഴിഞ്ഞ വർഷം അവിടെ നിന്ന് ആട്ടി പുറത്താക്കി. അവർ പിന്നീട് ഇന്ത്യയിൽ, കൃത്യം പറഞ്ഞാൽ 2024 ഡിസംബറിൽ അവർ ഇന്ത്യയിൽ വന്ന് രാഷ്ട്രീയ അഭയം തേടുകയായിരുന്നു. അന്നു മുതൽ ഇന്ന് വരെ അവിടെ മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള
ഒരു ഭരണകൂടമാണ് ഭരിക്കുന്നത്. അവിടെ ഈ ജമാഅത്തെ ഇസ്ലാമി എന്നൊക്കെ പറയുമല്ലോ, അതായത് കടുത്ത യാഥാസ്ഥിതികവാദികൾ, മുസ്ലിം മത യാഥാസ്ഥിതികവാദികളാണ് ഇപ്പോൾ അവിടെ അധികാരം കൈയാളുന്നത്. അപ്പൊ അവരിപ്പോ പറയുന്നത് അവർക്ക് അവരുടെ മാതൃരാജ്യം വാസ്തവത്തിൽ പാകിസ്ഥാൻ എന്നാണ്. അപ്പൊ പാകിസ്ഥാനിൽ നിന്ന് അടിച്ചു പിരിഞ്ഞ ആ കൂട്ടരാണ് ബംഗ്ലാദേശ്, അതല്ലെങ്കിൽ പാകിസ്ഥാനുമായിട്ട് രാഷ്ട്രീയമായി വിയോജിക്കുന്നവരാണ് അവാമി ലീഗുകാർ. അപ്പൊ ഈ അവാമി ലീഗുകാരെ രാജ്യവിരുദ്ധ ശക്തികളായിട്ട് പ്രഖ്യാപിച്ച് അതിന്റെ നേതാവായ ഷെയ്ഖ് ഹസീനയെ തൂക്കിക്കൊല്ലണമെന്ന് വിധിക്കുന്നവരാണ് ഇവർ. അപ്പൊ ഈ തരത്തിൽ ഇങ്ങനെ നിലപാടെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ പാകിസ്ഥാനെ അനുനയിപ്പിച്ച് പാകിസ്ഥാനെ സന്തോഷിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള നിലപാടുകളുടെ പേരിൽ പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദർ ഇപ്പോൾ ബംഗ്ലാദേശിൽ പര്യടനം നടത്തുകയാണ്, അല്ലെങ്കിൽ സന്ദർശനം നടത്തുകയാണ്. അപ്പൊ ഈ ബംഗ്ലാദേശിന്റെ വിദേശകാര്യമന്ത്രി തൗഹീദ് ഹുസൈൻ, ഇവർ രണ്ടുപേരും നടത്തിയ സംഭാഷണത്തിനിടയിൽ ഈ പാകിസ്ഥാൻ സേന 1971 നടന്ന യുദ്ധകാലത്ത് ബംഗ്ലാദേശിൽ നടത്തിയ നരഹത്യക്കും ബംഗ്ലാദേശിൽ നടത്തിയ കൊടിയ പീഡനങ്ങൾക്കുമെല്ലാം മാപ്പ് പറയണം എന്നൊരു നിലപാട് ബംഗ്ലാദേശിനുണ്ടായിരുന്നു. അപ്പൊ അത് ഈ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി നടത്തുന്ന സന്ദർശന വേളയിൽ അദ്ദേഹം അത്തരത്തിൽ പ്രസ്താവന നടത്തുമെന്നുള്ളതായിരുന്നു ബംഗ്ലാദേശ് ഭരണകൂടത്തിന്റെ പ്രതീക്ഷ. പക്ഷെ അദ്ദേഹം അതിന് തയ്യാറായില്ല. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഇത് സംബന്ധിച്ച് 1974 അതേപോലെ 2002 ഇത് സംബന്ധിച്ച് പാകിസ്ഥാൻ അവരുടെ നിലപാട് വ്യക്തമാക്കിയതാണ്. അതിൽ കൂടുതലൊന്നും ഞങ്ങൾക്ക് ചെയ്യാനില്ല എന്നുള്ളതാണ് പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവന. അതായത് പാകിസ്ഥാൻ ഇപ്പോഴും ബംഗ്ലാദേശിൽ അവർ നടത്തിയ നരഹത്യകൾക്കും അതേപോലെ സ്ത്രീ പീഡനങ്ങൾക്കുമെല്ലാം ഇപ്പോഴും അവർ ന്യായം കൽപ്പിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഒരു മനസ്താപവും ഇല്ല പാകിസ്ഥാൻ എന്നുള്ള നിലപാടിലാണ് അവർ ഉറച്ചു നിൽക്കുന്നത്. 2002 പർവേസ് മുഷറഫ് ബംഗ്ലാദേശിലേക്ക് സന്ദർശനത്തിന് വന്നപ്പോൾ ചരിത്രപരമായിരുന്നു. അപ്പോഴും ഇത് സംബന്ധിച്ചൊരു ക്ഷമാപണം നടത്താൻ പാകിസ്ഥാൻ തയ്യാറായില്ല. ബംഗ്ലാദേശിന്റെ ഒരു ആവശ്യം ഈ കാര്യത്തിൽ ക്ഷമാപണം നടത്തൽ മാത്രമല്ല, ഇവർ അവിടെ നടത്തിയ ഈ അക്രമങ്ങൾക്കെല്ലാം നഷ്ടപരിഹാരമായിട്ട് $4.52 ബില്യൺ നഷ്ടപരിഹാരം നൽകണമെന്നതും ബംഗ്ലാദേശിന്റെ ആവശ്യമാണ്. പക്ഷെ പാകിസ്ഥാനെ സംബന്ധിച്ച് 4.52 ബില്യൺ പോയിട്ട് 1 ബില്യൺ പോലും കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്ത ഒരു രാജ്യം കൂടിയാണ്. അപ്പൊ അവർ ഇക്കാര്യത്തിലും ക്ഷമാപണം നടത്തുന്നില്ലെന്ന് മാത്രമല്ല, നഷ്ടപരിഹാരം നൽകാൻ ഇപ്പൊ സൗകര്യമില്ല എന്നുള്ള നിലപാടിലാണ്. ബംഗ്ലാദേശ് ആഗ്രഹിക്കുന്നത് 1971 യുദ്ധകാലത്തിന് മുമ്പ് ബംഗ്ലാദേശ് കൈവരിച്ച കുറെ നേട്ടങ്ങൾ, കുറെ സ്മാരകങ്ങൾ അടക്കമുള്ളതുണ്ടായിരുന്നു. അതെല്ലാം ഈ പാകിസ്ഥാൻ സേന വന്ന് അടിച്ചുടച്ച് തച്ച് തകർത്ത് കളഞ്ഞു. അപ്പൊ അതൊക്കെ പുനഃസൃഷ്ടിക്കുന്നതിനാണ് ഈ നഷ്ടപരിഹാരം വേണ്ടതെന്നൊക്കെയാണ് ബംഗ്ലാദേശ് വാദിച്ചത്. പക്ഷെ ഇവിടെ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി പറയുകയാണ്, ഞങ്ങൾ അത്തരത്തിൽ ക്ഷമാപണം നടത്താൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ അതേ വേദിയിൽ വെച്ച് തന്നെ ബംഗ്ലാദേശിന്റെ വിദേശകാര്യമന്ത്രി തൗഹീദ് ഹുസൈൻ പറഞ്ഞത്, ഇദ്ദേഹത്തിന്റെ വാദങ്ങൾ ഞങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നില്ല, പാകിസ്ഥാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ബംഗ്ലാദേശ് ഇപ്പോഴും ആവശ്യപ്പെടുകയാണ്, പാകിസ്ഥാൻ ഞങ്ങളോട് ക്ഷമാപണം നടത്തണം, ഞങ്ങൾക്ക് നഷ്ടപരിഹാരം തരണമെന്ന്. അപ്പോൾ ഇപ്പോൾ വാസ്തവത്തിൽ അടി കിട്ടിയിരിക്കുന്ന മുഹമ്മദ് യൂനിസിനാണ്. കാര്യം മുഹമ്മദ് യൂനിസ് രാപകലില്ലാതെ അധ്വാനിക്കുകയായിരുന്നു പാകിസ്ഥാനുമായിട്ട് വലിയ രീതിയിൽ സൗഹൃദത്തിലെത്താൻ, ചൈനയുടെ പ്രീതി പറ്റാൻ വലിയ രീതിയിൽ അധ്വാനിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവർ ക്ഷണിച്ചു വരുത്തിയ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി തന്നെ പറയുകയാണ്, ഞങ്ങൾക്ക് അതിന് സൗകര്യമില്ല.